പൊതുവിദ്യാഭ്യാസത്തിനു കരുത്തു പകർന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. PM മോഹൻരാജ് BPC, SSK കൊടുങ്ങല്ലൂർ BRC. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നു വ്യത്യസ്തമായി ശക്തമായ പൊതുവിദ്യാഭ്യാസ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആളോഹരി വരുമാനം കുറഞ്ഞിരിക്കുമ്പോഴും ജീവിത ഗുണനിലവാര സൂചികകളിൽ വികസിത രാജ്യങ്ങൾക്കൊപ്പം നിൽക്കും വിധം ലോകശ്രദ്ധ നേടിയ കേരള വികസന അനുഭവങ്ങൾ സാധ്യമാക്കിയതിന് വർദ്ധിച്ച അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്ന് പൊതുവിദ്യാഭ്യാസമാണ്. ശക്തമായ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് കേരളത്തിൽ വിദ്യാഭ്യാസവും ജാത്യധിഷ്ഠിതമായിരുന്നു. ജാതിയിൽ താഴ്ന്നവർക്കും പെൺകുട്ടികൾക്കും വിദ്യ അന്യമായിരുന്നു. ഇന്ത്യയിൽ കൊളോണിയൽ വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട 1835 മെക്കാളെ മിനിറ്റ്സ് കേരളീയ വിദ്യാഭ്യാസത്തിലും ഏറെ സ്വാധീനം ചെലുത്തി. ഇതോടൊപ്പം ഇന്ത്യയിലെത്തിയ മിഷനറിമാരുടെ വിദ്യാഭ്യാസ ഇടപെടലുകൾ ജാതീയമായി അകറ്റി നിർത്തപ്പെട്ട ജനതയ്ക്ക് വിദ്യ നേടുന്നതിനുള്ള അവസരമൊരുക്കി. 1867 തിരുവിതാംകൂറിലെ ചില താലൂക്കുകളിൽ പണം നൽകി പഠിക്കാൻ കഴിയാത്തവർക്കായി പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചുകൊണ്ട് റാണി ഗൗരിബായ് പുറപ്പെടുവിച്ച വിളംബരവും മഹത്തായ തുടക്കമായിരുന്നു. തിരുവിതാംകൂറിൽ മാത്രമല്ല, കൊച്ചിയിലും മലബാറിലും വിദ്യാഭ്യാസത്തിന് ഗ്രാന്റ് ഇൻ എയ്ഡ് ലഭ്യമാക്കിയത് വിദ്യാഭ്യാസ വ്യാപനത്തിനു സഹായിച്ചു. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകരുടെ വിദ്യാഭ്യാസ അവകാശത്തിനായുള്ള പോരാട്ടങ്ങളും സാർവത്രിക വിദ്യാഭ്യാസത്തിനു വലിയ പങ്കുവഹിച്ചു. ചുരുക്കത്തിൽ, സംസ്ഥാന രൂപീകരണ സമയത്തുതന്നെ സുസംഘടിതമായ പൊതുവിദ്യാഭ്യാസ സംവിധാനം രൂപപ്പെടുത്തുന്നതിനുള്ള സ്ഥിതി സംജാതമായിരുന്നു. ഭൂപരിഷ്കരണത്തിൻ്റെ സാമൂഹ്യ പ്രതിഫലനമായി 1970കളോടെ സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾ സാർവത്രികമായി തന്നെ വിദ്യാലയ പ്രവേശനം നേടി. അഖിലേന്ത്യാ തലത്തിൽ മുഴുവൻ കുട്ടികളെയും സ്കൂളിൽ എത്തിക്കുന്നതിനുള്ള ശ്രമം ഇന്നും തുടരുമ്പോഴും 1980കളിൽ തന്നെ നാം ഈ ലക്ഷ്യം നേടി. ഇന്ന് ശരാശരി സ്കൂൾ വിദ്യാഭ്യാസം ഇന്ത്യയിൽ 7 വർഷം മാത്രമായിരിക്കെ കേരളത്തിൽ അത് 12 വർഷത്തോളമാണ്. എന്നാൽ 1990കളോടെ പിടിമുറുക്കിയ നവലിബറൽ നയങ്ങൾ പൊതുവിദ്യാഭ്യാസത്തെ ദുർബലപ്പെടുത്താൻ തുടങ്ങി. വിമോചനമെന്ന അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്നകന്ന് പരീക്ഷാ ജയവും ജോലി സമ്പാദനവും എന്നതിലേക്കു മാത്രം വിദ്യാഭ്യാസത്തെ ചുരുക്കിക്കാണാൻ തുടങ്ങി. അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ തഴച്ചു വളർന്നു. ഏറ്റവും കൂടുതൽ CBSE വിദ്യാലയങ്ങൾ ഉള്ള സംസ്ഥാനമായി കേരളം മാറി. പൊതുവിദ്യാഭ്യാസത്തിലൂടെ ജീവിതം കരപിടിപ്പിച്ചവർ പൊതുവിദ്യാലയങ്ങളെ വലിയ അളവിൽ കൈവിടാൻ തുടങ്ങി. പൊതുവിദ്യാലയങ്ങൾ പ്രവേശനം നേടുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വന്നു. ഇതു മറികടക്കാൻ ശ്രമിക്കുന്നതിനു പകരം ലാഭനഷ്ട കണക്കുവെച്ച് സ്കൂളുകളെ പട്ടികപ്പെടുത്താൻ തുടങ്ങി. പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായി. ഈ തക്കം നോക്കി സ്ഥലവും കെട്ടിടവും മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ കച്ചവട താൽപ്പരക്കാരായ മാനേജർമാർ കോടതി വ്യവഹാരങ്ങളിലൂടെയും അല്ലാതെയും സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള വഴികൾ തേടിത്തുടങ്ങി. ഈ അന്തരീക്ഷത്തിലാണ് 2016 മെയ് മാസത്തിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നത്. അടച്ചുപൂട്ടാൻ തീരുമാനിച്ച കോഴിക്കോട് മലപ്പറമ്പ് AUPU സ്കൂൾ, പാലാട്ടുവയൽ UPU സ്കൂൾ, തൃശൂർ കീരാലൂർ LPU സ്കൂൾ, മലപ്പുറം മരങ്ങാട്ടുമുറി LPU സ്കൂൾ എന്നീ സ്കൂൾ ഏറ്റെടുത്തുകൊണ്ട് പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടലല്ല ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ നയം എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. പ്രസ്തുത സർക്കാർ നവകേരള മിഷന്റെ ഭാഗമായി മുന്നോട്ടുവെച്ച 4 മിഷനുകളായിരുന്നു: ജലപരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഹരിത കേരളം, ആരോഗ്യ സംരക്ഷണത്തിനായി ആർദ്രം, പാവപ്പെട്ടവർക്കുള്ള ഭവന പദ്ധതിയായ ലൈഫ് മിഷൻ, വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിവ. ജനപങ്കാളിത്തത്തോടെ പൊതുവിദ്യാലയങ്ങളെ ഭൗതികമായും അക്കാദമികമായും വികസിപ്പിച്ച് വിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ലക്ഷ്യം വെച്ചത്. 2017 ജനുവരി 27 വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ കൈകോർത്തുകൊണ്ട് ഓരോ വിദ്യാലയത്തിലും തീർത്ത മനുഷ്യ ശൃംഖല പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൽ പൊതുസമൂഹത്തിൻ്റെ മൊത്തം പിന്തുണ ഉറപ്പാക്കുന്ന പ്രതീകാത്മക പ്രവർത്തനമായി.
വിദ്യാലയ വികസന മാസ്റ്റർ പ്ലാനുകൾ ജനപങ്കാളിത്തത്തോടെ തയ്യാറാക്കുക, വിദ്യാലയ ഭൗതിക സൗകര്യങ്ങൾ വികസിപ്പിക്കുക, സ്കൂളും ക്ലാസ് മുറികളും ആധുനികവൽക്കരിക്കുക, ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുക, അക്കാദമികമായി കുട്ടികൾ ഓരോ ക്ലാസ്സിലും നേടേണ്ട ധാരണകളും ശേഷികളും നേടുന്നുവെന്ന് ഉറപ്പുവരുത്തുക, ഓരോ ക്ലാസ്സും ഓരോ കുട്ടിയും ഓരോ യൂണിറ്റുകളായി കണ്ട് പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുക, ടാലൻറ്റ് ലാബ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, വിശദമായ അക്കാദമിക മാസ്റ്റർ പ്ലാനുകൾക്ക് രൂപം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുക തുടങ്ങിയ വിപുലമായ പ്രവർത്തനങ്ങൾ ഓരോ വിദ്യാലയം കേന്ദ്രീകരിച്ചും നടപ്പിൽ വരുത്താൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി ശ്രമിച്ചു. പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ പണം ചെലവഴിക്കുന്നത് അനാദായകരമാണെന്നു നയത്തിനു വ്യത്യസ്തമായി സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളുടെ ഭൗതിക അക്കാദമിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി കിഫ്ബി മുഖേനയും മറ്റും 5000 കോടിയിലധികം രൂപ നിക്ഷേപിച്ചു. 141 വിദ്യാലയങ്ങൾക്ക് 5 കോടി രൂപ വീതവും 386 വിദ്യാലയങ്ങൾക്ക് 3 കോടി രൂപ വീതവും 446 വിദ്യാലയങ്ങൾക്ക് 1 കോടി രൂപ വീതവും 973 വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ടും അനുവദിച്ചു. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ഭൗതിക സൗകര്യ വികസനത്തിന് ഫണ്ട് അനുവദിച്ചു. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ഭൗതിക വികസനത്തിനായി ചലഞ്ച് ഫണ്ടും അനുവദിച്ചു. സർക്കാരിനു പുറമെ പൂർവ്വ വിദ്യാർത്ഥികൾ, PTO സ്കൂൾ വികസന സമിതികൾ, സന്നദ്ധ സംഘടനകൾ, സ്ഥാപനങ്ങൾ, അഭ്യുദയകാംക്ഷികളായ വ്യക്തികൾ തുടങ്ങിയവരും പൊതുവിദ്യാലയങ്ങളുടെ വികസനത്തിനു വേണ്ടി കൈകോർത്തു. ഇതിൻ്റെ ഫലമായി ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾക്ക് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായി. ക്ലാസ് മുറികൾ, ഹൈടെക് ക്ലാസ് മുറികൾ, സ്മാർട്ട് ക്ലാസുകൾ, ആധുനിക ലബോറട്ടറികൾ, ആധുനിക സാങ്കേതിക വിദ്യാ കേന്ദ്രങ്ങൾ, ലൈബ്രറികൾ, കളിസ്ഥലങ്ങൾ എന്നിവയെല്ലാം ഒരുക്കാൻ കഴിഞ്ഞു. ലോകത്തെ പിടിച്ചു കുലുക്കിയ COVID-19 കാലത്ത് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം ഉലയാതെ നിർത്തുന്നതിന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം നൽകിയ ആത്മവിശ്വാസം ചെറുതല്ലാത്ത പങ്കാണ് വഹിച്ചത്. പാവപ്പെട്ട കുട്ടികൾ നേരിട്ട ഡിജിറ്റൽ വിടവ് പരിഹരിക്കുന്നതിന് പൊതുസമൂഹം തന്നെ മുന്നിട്ടിറങ്ങിയത് ഇതിൻ്റെ തുടർച്ചയായി കാണാവുന്നതാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 2017 IT അറ്റ് സ്കൂൾ എന്ന പദ്ധതി കൈറ്റ് എന്ന സർക്കാർ കമ്പനിയായി മാറി. കേരളത്തിലെ 4752 സ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ഹൈടെക് സംവിധാനങ്ങളോടെ നവീകരിച്ചു. 45,000-ലധികം ക്ലാസ് മുറികൾ ഡിജിറ്റൽ സംവിധാനങ്ങളോടെ സജ്ജമായി. 2 ലക്ഷത്തിലധികം ലാപ്ടോപ്പുകൾ, 70,000 പ്രൊജക്റ്റുകൾ തുടങ്ങി 4.5 ലക്ഷത്തോളം ICT ഉപകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായി. കേരളത്തിൽ സർക്കാർ എയ്ഡ് സ്കൂളുകളിൽ ഇതിൻ്റെ ഭാഗമായി കൈറ്റ് വിന്യസിച്ചു. അപ്പർ പ്രൈമറി വിഭാഗങ്ങളിലെ 10,000-ലധികം സ്കൂളുകളിൽ സജ്ജമാക്കിയ ഹൈടെക് ലാബുകൾ സാങ്കേതിക വിദ്യാധിഷ്ഠിത പഠനം ആകർഷകവും സംവേദനാത്മകവുമാക്കി. 1.18 ലക്ഷത്തിലധികം അധ്യാപകർക്ക് കൈറ്റ് പ്രത്യേക പരിശീലനവും നൽകി. 8 മുതൽ 12 വരെയുള്ള മുഴുവൻ ക്ലാസ് മുറികളിലും ഹൈടെക് സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ദേശീയ തലത്തിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വലിയ അളവിൽ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്കെത്തിക്കാൻ സഹായിച്ചു. അൺഎയ്ഡഡ് മേഖലകളിൽ നിന്നുൾപ്പെടെ പൊതുവിദ്യാലയങ്ങൾ തേടി കുട്ടികളെത്താൻ തുടങ്ങി. 10 ലക്ഷത്തിലധികം കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞകാലത്ത് പുതുതായി പൊതുവിദ്യാലയങ്ങളിൽ ചേർന്നത്. കാലക്രമേണ അണഞ്ഞു പോകുമെന്ന് പലരും കരുതിയ പൊതുവിദ്യാലയങ്ങൾ കൂടുതൽ ശോഭ പരത്തുകയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഫലമായി കണ്ടത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ തുടർച്ചയാണ് വിദ്യാകിരണം പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. കുട്ടികളുടെ പ്രവേശന കാര്യത്തിൽ നേരിയ കുറവുകൾ വരുന്നുണ്ട്. ജനനനിരക്കിലുള്ള കുറവും മറ്റും ഇതിനു കാരണമാണ് എന്നത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളം 1-ാം സ്ഥാനത്താണ് തുടരുന്നത്. ദേശീയ ശരാശരിയേക്കാൾ ഏറെ മുന്നിലാണ് നാം എന്നത് അഭിമാനാർഹം തന്നെ. വൈജ്ഞാനിക നവകേരളം എന്ന ഈ കാലത്തിൻ്റെ ലക്ഷ്യം നിറവേറുന്നതിന് പൊതുവിദ്യാഭ്യാസം കൂടുതൽ കരുത്തോടെ നിലനിർത്തേണ്ടതുണ്ട്. മതനിരപേക്ഷ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ കൂടുതൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും അതിൻ്റെ തുടർച്ചയും ഉറപ്പുവരുത്തുന്നതിന് നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്.